നമസ്കാരം. പലർക്കും ഒരു വാഹനം മുൻപോട്ട് ഓടിക്കാൻ അറിയാം, എന്നാൽ റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം, എത്ര തിരിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. അതിന് ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം മുൻപോട്ട് പോകുമ്പോൾ റൈറ്റോട്ട് പോകണമെങ്കിൽ റൈറ്റോട്ട് തിരിക്കണമെന്നും ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റോട്ട് തിരിക്കണം നമുക്കറിയാം. എന്നാൽ റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വണ്ടിയുടെ ബാക്ക് ഭാഗം എൻ്റെ ഈ കൈ ഇരിക്കുന്നിടത്തോട്ട് ആ വണ്ടിയുടെ ബാക്ക് ഭാഗം വരണ്ടെങ്കിൽ ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് തിരിക്കേണ്ടതും ആ ലെഫ്റ്റിലേക്ക് തന്നെയാണ്. അതേപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ റൈറ്റ് ഭാഗം, ബാക്ക് ഭാഗം റൈറ്റിലേക്കാണ് വരേണ്ടതെങ്കിൽ ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് തിരിക്കേണ്ടത് റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം റൈറ്റിലേക്കാണ്. വന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ നേരെയാക്കി കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. എന്നാലും സ്വയമേ ഒരു വാഹനം എടുക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷനാണ്. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന അധികം ആഗ്രഹമുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ലൈസൻസും കയ്യിലുണ്ട്, വണ്ടിയും വീട്ടിലുണ്ടായിട്ട് അവർക്ക് ഓടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് പറയാനുള്ള കാരണം, ചിലപ്പോൾ നിങ്ങൾക്ക് ലേണേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ലൈസൻസ് കിട്ടിയതിന് ശേഷവും ഡ്രൈവിംഗ് സീറ്റ് സ്വന്തമായിട്ട് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് വാങ്ങി വെച്ച് വണ്ടി വീട്ടിലുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.